ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചു. വ്യാഴത്തിന് അതിചാരം സംഭവിക്കുന്നതിനാൽ, അതായത് ഭ്രമണപഥത്തിൽ വ്യാഴം സൂര്യനോട് അടുത്തു വരുന്നതിനാൽ വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിന് വേഗത വർദ്ധിക്കുകയും 2025 ഒക്ടോബർ 9 ഉച്ചയ്ക്ക് 12:57 മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട്. എങ്കിലും 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ പ്രവേശിക്കുകയും 2026 ജൂൺ മാസം 2 വരെ വ്യാഴം മിഥുനം രാശിയിൽ തുടരുന്നതുമാണ്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. കാര്യങ്ങളിൽ തടസ്സമോ മന്ദഗതിയോ അനുഭവപ്പെടും. സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതി ആയിരിക്കണം എന്നില്ല. അവിചാരിതമായ ചെലവുകളും വന്നേക്കാം. കടക്കെണിയിൽപ്പെടാതെ സൂക്ഷിക്കണം. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകും. ഗുരുജനങ്ങളോടും പിതൃതുല്യരോടും സഹോദരങ്ങളോടും കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് അവസരം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധക്കുറവോ പരീക്ഷകൾ ആവർത്തിക്കേണ്ടതായോ വന്നേക്കാം. ശിരോരോഗമോ പാദരോഗമോ കഫജന്യ രോഗമോ അലട്ടിയേക്കാം. ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ അനുരഞ്ജന മനോഭാവം പുലർത്തേണ്ടി വരും. സ്വയം തൊഴിൽ മേഖലയിൽ വലിയ നഷ്ടം സംഭവിക്കില്ല എങ്കിലും അത്ര നേട്ടം പ്രതീക്ഷിക്കാൻ ആവില്ല. എന്നാൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കരാറുകൾ പുതുക്കി ലഭിക്കും. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കും. ചെറിയ ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരം സിദ്ധിക്കും. ഇഷ്ടഭക്ഷണ യോഗം ഉണ്ട്. ശരിയായ വിശ്രമവും ലഭിച്ചേക്കാം. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. കൈയൂക്കുകണ്ട് കാര്യസാധ്യം നേടും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും മിതവ്യയവും പാലിക്കണം. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. പുതിയ പദവികൾ തേടിയെത്തും. വാഹനം ഓടിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ വേണം. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഉന്നത സ്ഥാനീയരുടെ സഹായം ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കും. ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം. അർഹതയും അവകാശവുമുള്ള പലതും കൈവശമെത്താൻ കാലതാമസം നേരിടും. പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. ജീവിത പങ്കാളിയുടെ മനസ്സറിയാനും സ്നേഹസ്വാന്തനങ്ങൾ പങ്കുവയ്ക്കാനും തയ്യാറായാൽ ഗാർഹിക ജീവിതത്തിലെ അശാന്തി ഒഴിവാക്കാം. അവിചാരിതമായി പല യാത്രകളും വേണ്ടിവരും. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹിക്കരുത്. ആരോഗ്യകാര്യത്തിൽ കൃത്യമായ മുൻകരുതൽ ആവശ്യമാണ്. ഒരു ഡിപ്രഷൻ അനുഭവപ്പെട്ടേക്കാം. നട്ടെല്ലിനോ ചുമലിനോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, മേടക്കൂറിൽ ജനിച്ചവർക്ക് ദോഷവും ഇടവക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങളും മുന്നിട്ട് നിൽക്കുന്ന വർഷമാണ്. കുറേ കാലമായി അലട്ടുന്ന സാമ്പത്തിക പരാധീനതകൾക്ക് മാറ്റം വരും. കടബാധ്യതകൾ പരിഹരിക്കുവാൻ ആകും. നിക്ഷേപങ്ങളിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാനും കഴിയും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ നീങ്ങി പൂർത്തീകരിക്കും. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് അറുതി വരും. പൊതുവേദികളിൽ ശ്രദ്ധയും അംഗീകാരവും കൈവരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തതികൾ മൂലം സന്തോഷം ഉണ്ടാകും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രകൾക്കും യോഗമുണ്ട്. മേടക്കൂറുകാർക്ക് ദോഷാനുഭവങ്ങളിൽ പ്രധാനം ശത്രുക്കളുടെ പ്രവർത്തനം കുറേയൊക്കെ മനഃശല്യം ഉണ്ടാക്കും. കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരഭാഗങ്ങളിൽ രോഗങ്ങളുണ്ടായി തുടർ ചികിത്സകളോ ആശുപത്രിവാസമോ വേണ്ടിവരും. ബന്ധുജനങ്ങളുമായി കലഹം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വാക്കിലും പ്രവൃത്തിയിലും ആലോചന വേണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചിരുന്ന അശുഭചിന്തകൾക്ക് അവസാനമാകും. ജീവിതം പ്രസന്നവും സന്തോഷഭരിതവും ആകും. കാത്തിരുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ കാലമാണ്. പുതിയ ഭവനത്തിൽ താമസിക്കുവാൻ യോഗമുണ്ടാകും. വിലപ്പെട്ട സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും. തൊഴിൽ മേഖലയിൽ പുരോഗതിയും നേട്ടവും ഉണ്ടാകും. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം വരിക്കും. ധനസ്ഥിതി സുസ്ഥിരമാകും. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. നല്ല വാക്കുകൾ പറഞ്ഞ് എല്ലാവരുടെയും പ്രീതി ആർജിക്കും. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കും. യാത്ര കൊണ്ട് നേട്ടമുണ്ടാകും. ശത്രുക്കൾ മിത്രങ്ങളാകും. ദാമ്പത്യ ജീവിതത്തിൽ സുഖം ലഭിക്കും. സന്തതികൾ മൂലം സന്തോഷം ഭവിക്കുകയും ചെയ്യും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശിരസ്, ഉദരം, മുതുക്, കഴുത്ത്, ഹൃദയം എന്നിവ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അശ്രദ്ധയും മറവിയും കൊണ്ട് ഉണ്ടാകുന്ന അബദ്ധങ്ങളും കരുതിയിരിക്കണം. സാക്ഷി പറയുന്നതും ജാമ്യം നിൽക്കുന്നതും ചില കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇടവക്കൂറുകാരായ മകയിരം നാളുകാർക്ക് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കും. ധനാഗമത്തിന് പുതിയ വഴികൾ തുറന്നു കിട്ടും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാനും ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത പഠനം നടത്തുവാനും സാധിക്കും. ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. ഗ്രഹാന്തരീക്ഷം പൊതുവെ ശാന്തിയും സമാധാനവും നിറഞ്ഞതാകും. ചിന്തകൾക്ക് തെളിമയുണ്ടാകും. ആശയവിനിമയശേഷി വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ചുമതല വഹിക്കാനാകും. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. സന്തതികൾ മൂലം സന്തോഷം ഭവിക്കും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. മകയിരം മിഥുനക്കൂറുകാർക്ക് ദോഷഫലങ്ങൾക്കായിരിക്കും മുൻതൂക്കം. വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കണം. അനാവശ്യമായ സംഭാഷണമോ ആലസ്യമോ അശ്രദ്ധയോ കൊണ്ട് തൊഴിൽ രംഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജി, ത്വക്ക് രോഗങ്ങൾ, ശിരോരോഗങ്ങൾ, കഫജന്യ രോഗങ്ങൾ ഇവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഉദാസീനത ഉണ്ടാകും. അന്യദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാം. പാഴ്ചെലവുകൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം.
തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം അത്ര ഗുണകരമല്ല. ദൈവാധീനക്കുറവും ഭാഗ്യഹാനിയും ഉണ്ടാകാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട സ്ഥിതി വന്നുചേരും. യാത്രകൾ പ്രയോജനപ്രദം ആകണം എന്നില്ല. വ്യവഹാരങ്ങളിൽ അന്തിമമായ തീർപ്പുണ്ടാകാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. അകാരണമായ തടസ്സങ്ങളും കഷ്ടനഷ്ടങ്ങളും മൂലം മനസ്സിൻ്റെ ഉന്മേഷവും ജാഗ്രതയും ചോർന്നു പോകുന്നതായി തോന്നും. അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നത് വിഷമിപ്പിക്കും. മോഹിച്ച് കാത്തിരുന്ന പദവികളിൽ ശത്രുക്കൾ കയറിയിരുന്ന് വിലസുന്നത് കാണേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ വിദ്യാർത്ഥികൾ കൂടുതൽ കഠിനപ്രയത്നം ചെയ്യണം. കച്ചവടക്കാർ പുതിയ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഗാർഹിക ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. സജ്ജന സംസർഗത്തിനും സന്ദർഭം ഉണ്ടാകും. അപ്രതീക്ഷിതമായി കേന്ദ്രങ്ങളിൽ നിന്നും ചില സഹായങ്ങൾ വന്നെത്തും. അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കമ്മീഷൻ, ഏജൻസി മേഖലകളിൽ നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർ, വഴി നടന്ന് കച്ചവടം ചെയ്യുന്നവർ, വഴിവാണിപ്പക്കാർ തുടങ്ങിയവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും കാഴ്ചവെക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ തിളങ്ങാൻ കഴിയും. പുതിയ പദവികൾ ഏറ്റെടുക്കേണ്ടി വരും. വിദേശയാത്ര ഗുണകരമാകും. സാമ്പത്തിക രംഗം ഏറെക്കുറെ സുസ്ഥിരമായേക്കും. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയും. അധ്യാപകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, കമ്പനി സെക്രട്ടറിമാർ തുടങ്ങിയവർക്കെല്ലാം പൊതുവെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങോ ബോധവൽക്കരണമോ വേണ്ടിവരും. കുടുംബജീവിതത്തിൽ ചെറിയ താളപ്പിഴകളും അപശ്രുതികളും ഉണ്ടാകും. അനുരഞ്ജനത്തിൻ്റെ വഴി സ്വീകരിക്കുന്നത് ആശ്വാസകരമാകും. ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും നേട്ടം ഉണ്ടാകണമെന്നില്ല. ശത്രുക്കളുടെ പ്രവർത്തനം കരുതിയിരിക്കണം. മനസ്സവാച കർമ്മണ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സഹായവും സേവനവും സ്വീകരിക്കുന്നവർ അവ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 12ാം ഭാവത്തിലേക്കുള്ള മാറ്റം ധനസ്ഥിതിയെ ബാധിച്ചേക്കാം. വരവുകൾ പരിമിതപ്പെട്ടേക്കും. ചിലവ് അല്പം നിയന്ത്രണാതീതം ആയെന്നും വരാം. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റവും ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റവും ഉണ്ടായി എന്ന് വരാം. വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബിസിനസ് മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കിന് അനുകൂല സമയമല്ല. ദൂരയാത്രകൾ വേണ്ടിവരും. വാഹനത്തിന് അപ്രതീക്ഷിതമായ ചെലവുകൾ വരും. വീടിനും അവിചാരിതമായ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താൽപ്പര്യം കാണിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ചേക്കാം. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ അലോരസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വഴക്കുകൾ ഒത്തുതീർപ്പാക്കി നാട്ടിൽ സൽപ്പേരുണ്ടാക്കും. വലിയ പരുക്കുകളോ വലിയ പരാജയമോ പറ്റാതെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യം ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചില വിഷമതകൾ നേരിടേണ്ടി വരാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 12ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഗുണദോഷ സമ്മിശ്രത്തിൻ്റെ കാലമാണ്. വരവും ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും. ചില നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കും. വേണ്ടപ്പെട്ടവരുടെ വിവാഹ ആവശ്യങ്ങൾക്കായി സാമ്പത്തികമായി സഹായിക്കും.
അശരണർക്ക് സഹായമോ ചികിത്സാ സഹായമോ ചെയ്യും. പഴയ വാഹനമോ വീടോ സ്വന്തമാക്കും. കരാർ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പുതുക്കി ലഭിക്കാൻ ക്ലേശിക്കേണ്ടി വരും. കലഹ സ്വഭാവം നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും. തർക്കങ്ങളിൽ മധ്യസ്ഥതയ്ക്ക് ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം. സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടരുത്. രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതാകും നല്ലത്. അന്യഭവനങ്ങളിൽ അന്തി ഉറങ്ങരുത്. ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കാൻ സാധ്യതയുള്ളതിനാൽ പെരുമാറ്റത്തിൽ കരുതൽ വേണം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സൽപ്പേര് നിലനിർത്താൻ കഠിനാധ്വാനം വേണ്ടിവരും. വ്യവസായ സംരംഭകർ വലിയ മുതൽ മുടക്കിയുള്ള പദ്ധതികൾ അല്പകാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. ഗാർഹിക ജീവിതം സുഖകരമായിരിക്കും. ഉദരരോഗം, മുട്ടുവേദന, പാദരോഗങ്ങൾ, സന്ധിവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കും. അന്യദേശീയ യാത്രയ്ക്കും ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റവും അനുകൂലമായ 11ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം കൈവരുന്ന അനുകൂല അവസരമാണിത്. അതിപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സ്വന്തമാണ്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുവാൻ മകം നക്ഷത്രക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഗുണാനുഭവങ്ങളിൽ പ്രധാനം സാമ്പത്തിക നേട്ടം തന്നെയാണ്. നിക്ഷേപങ്ങൾ ലാഭകരമാകും. ഊഹക്കച്ചവടത്തിലും ഓഹരി വീണിലും പരമാവധി ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. പുതിയ വാഹനം, ഭൂമി എന്നിവ അധീനതയിൽ വന്നുചേരും. വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വന്തമാക്കും. ശത്രുക്കളുടെ പ്രവർത്തനം പരാജയപ്പെടും. സഹായ വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ അത് നിർവഹിക്കും. അവിവാഹിതർ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കും. തടഞ്ഞു വച്ചിരുന്ന പദവികൾ തിരികെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും. സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടുവാൻ കഴിയും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സഹോദര ഗുണം കുറയും. ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ചില പരാജയങ്ങളും സംഭവിക്കാം. അയൽ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഉദരപാദരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ എന്നിവയെ കരുതിയിരിക്കണം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം ഏറെ അനുകൂലമാണ്. പൂർണ്ണമായും ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം 11ാം ഭാവത്തിലാണ്. വളരെ കാലമായി നടക്കാതിരുന്ന സ്വപ്നങ്ങൾ പലതും പൂവണിയും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. ഗാർഹിക ജീവിതം അല്ലലൊഴിഞ്ഞ് സമൃദ്ധമാകും. ജീവിതം പ്രേമ സുരഭിലമാകും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യസ്ഥിതിയിലുള്ള ആശങ്കകൾ അകലുന്നതാണ്. കുടുംബസമേതം ഉല്ലാസയാത്രകൾക്കോ തീർത്ഥയാത്രകൾക്കോ സമയം കണ്ടെത്തും. കിട്ടാക്കടങ്ങൾ മടക്കി ലഭിക്കും. തൊഴിൽ രംഗം ഉന്മേഷഭരിതമാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനോ പുതിയ പദവികളോ ലഭിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് കൃഷിയിൽ നേട്ടമുണ്ടാകും. കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനത്തിനുള്ള അവസരം ലഭിക്കും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും. അധ്യാപകർ, IT പ്രൊഫഷണലുകൾ, വക്കീലന്മാർ തുടങ്ങി വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിന് സന്തോഷം പകരും. രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പുകളിൽ കഷ്ടിച്ചാണെങ്കിലും വിജയം ഉറപ്പാക്കും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. സഹോദരങ്ങളുമായുള്ള കലഹത്തിന് സാധ്യതയുണ്ട്. അല്ലറ ചില്ലറ രോഗാനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതിർത്തി തർക്കങ്ങൾക്കോ വ്യവഹാരവുമായി ബന്ധപ്പെട്ട അലച്ചിലുകൾക്കോ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യപാദം ചിങ്ങക്കൂറിലും മറ്റ് 3 പാദങ്ങൾ കന്നിക്കൂറിലും ഉൾപ്പെട്ട ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങളും കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളും ആയിരിക്കും ഫലത്തിൽ വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 11ാം ഭാവത്തിലും കന്നിക്കൂറുകാർക്ക് 10ാം ഭാവത്തിലും ആണ് വ്യാഴത്തിൻ്റെ സ്ഥാനം. തൊഴിൽ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞേക്കില്ല. കന്നിരാശിയുടെ അധിപനായ ബുധൻ
10ാം ഭാവമായ മിഥുനം രാശിയുടെ അധിപൻ കൂടി ആയതിനാൽ ഈ ദോഷം ഉത്രം നക്ഷത്രക്കാരെ അധികമൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായി പലതരം ചികിത്സകൾ ചെയ്തിട്ടും മാറാതിരുന്ന അസുഖങ്ങൾ മാറി മനസ്സും ശരീരവും ഉന്മേഷഭരിതമാകും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും. കായിക രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ നേട്ടമുണ്ടാകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടായേക്കാം. സഹായ വാഗ്ദാനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ അനായാസം നിർവഹിക്കുവാൻ സാധിക്കും. അപൂർവ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴും ആഹ്ലാദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടുവാനാകും. ഹൃണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. ഉദര നേത്ര രോഗങ്ങൾ കരുതിയിരിക്കണം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, പൂർണ്ണമായും കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഇവരുടെ സ്വതസിദ്ധമായ ഉണർവും ഉന്മേഷവും മന്ദഗതിയിൽ ആകുവാൻ കാരണങ്ങൾ വന്നുചേരും. ആകസ്മികമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രവർത്തന മേഖലയിൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അവിവാഹിതർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ദീർഘദൂര യാത്രകളും വിദേശ യാത്രകളും അത്ര പ്രയോജനകരം ആയിരിക്കില്ല. എന്നാൽ ചെറിയ യാത്രകൾ വിചാരിച്ചതിനേക്കാൾ ഫലവത്താകും. ധനസ്ഥിതിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും അത്ര മോശമാകില്ല. കടക്കണിയിൽ നിന്ന് മോചനം ലഭിക്കും. ചില പരിചയങ്ങൾ ഹൃദയബന്ധങ്ങളായി വളരും. വീട് പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അത് പൂർത്തിയാക്കുവാൻ കഴിയും. പഴയ വാഹനമോ പഴയ വീടോ സ്വന്തമാക്കും. പ്രൊഫഷണലുകൾക്ക് സ്വന്തം തൊഴിൽ മേഖലയിൽ കഴിവും കരുത്തും കാട്ടുവാൻ പറ്റുന്ന കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പ് മോഹങ്ങൾ പൂർണ്ണമായും വിജയിച്ചേക്കില്ല. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യ പകുതി കന്നിക്കൂറിലും രണ്ടാം പകുതി തുലാക്കൂറിലും ആയിട്ടുള്ള ഇവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം പൊതുവെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആയിരിക്കും വന്നു ചേരുന്നത്. ആദ്യ പകുതി നന്നായാൽ രണ്ടാം പകുതി മങ്ങുകയും രണ്ടാം പകുതി നന്നായാൽ ആദ്യ പകുതി മങ്ങുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കും. നല്ല അനുഭവങ്ങളോടൊപ്പം മനപ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും. കൃഷിയിലും കച്ചവടത്തിലും തരക്കേടില്ലാത്ത നേട്ടമുണ്ടാകും. എന്നാൽ കമ്പനി ഉദ്യോഗസ്ഥർക്കും സർക്കാർ മേഖലയിലുള്ളവർക്കും അത്ര മെച്ചമായിരിക്കില്ല. പ്രൊമോഷൻ ലഭിച്ചാലും ഇഷ്ടമില്ലാത്ത പദവിയിലായിരിക്കും. സ്ഥലം മാറ്റം ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കും ആയിരിക്കും. ജീവിത പങ്കാളിയുമായി ഇണങ്ങുവാനും പിണങ്ങുവാനുമുള്ള സാഹചര്യം സംജാതമാകും. കുടുംബത്തിനു വേണ്ടി നല്ലത് ചെയ്യുവാൻ കഴിയും. അതിൽ കൃതാർത്ഥതയുണ്ടാകും. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. ദൂരയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. ചിത്തിര രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും 6ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരവും വളരെ ഗുണകരമാണ്. കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. ചിട്ടിയിലും ഭാഗ്യക്കുറിയിലും നേട്ടങ്ങൾ ഉണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സഞ്ചാരം ഏറെ ഗുണപ്രദമാണ്. കഴിഞ്ഞ ഒരു വർഷമായി അനുഭവപ്പെട്ടിരുന്ന അഷ്ടമവ്യാഴത്തിൻ്റെ പീഡകൾ ഇതോടെ തീരുകയാണ്. ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും താൽക്കാലികമായി എങ്കിലും ആശ്വാസം ആയിരിക്കുന്നു. ദൈവാധീനവും ഭാഗ്യ അഭിവൃദ്ധിയും ഉണ്ടാകും. ഗുരുജനങ്ങളുടെയും പിതൃതുല്യരുടെയും അനുഗ്രഹം ലഭിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കും.
വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ നിയമനം ലഭിക്കും. വയോജനങ്ങൾക്ക് ഉറ്റവരിൽ നിന്നും സ്നേഹ പരിലാളനകൾ വന്നുചേരും. രോഗികൾക്ക് ചികിത്സ ഫലപ്രദമാകും. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ബന്ധുജനങ്ങൾ സഹകരിക്കും. ദാമ്പത്യത്തിലെ അപശ്രുതികൾക്ക് പരിഹാരമാകും. സാമ്പത്തിക പരാധീനതകൾ അകലും. ലോണോ ചിട്ടിയോ ഭാഗ്യക്കുറിയോ ലഭിക്കും. ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പല നേട്ടങ്ങളും സമ്മാനിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും. കുടുംബസ്വത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും. വിദേശത്തു നിന്നും മടങ്ങിയവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. ശത്രുശല്യം കുറയും. കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തുലാക്കൂറുകാർക്ക് ഭാഗ്യ അഭിവൃദ്ധിയുടെ കാലമാണ്. ഈശ്വരാധീനം വർദ്ധിക്കും. ഐശ്വര്യം സമൃദ്ധിയും അനുഭവത്തിൽ വരും. ഏർപ്പെടുന്ന സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. യാത്രകൾ നേട്ടങ്ങൾക്ക് കാരണമാകും. വിദേശധനവും വിദേശ വസ്ത്രവും അനുഭവിക്കാൻ യോഗമുണ്ടാകും. ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും. പിതാവിന് ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകും. സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. അയൽ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരമാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. കീഴ് ജീവനക്കാരുടെ എല്ലാവിധ പിന്തുണയും ലഭിക്കും. വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്ത് സ്ഥാപനത്തിൻ്റെ പെരുമ ഉയർത്തും. വൃശ്ചികക്കൂറുകാരായ വിശാഖ നാളുകാർക്ക് വിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ കഷ്ടനഷ്ടങ്ങൾ വില കൊടുത്തു വാങ്ങും. വിട്ടുവീഴ്ച മനോഭാവം എന്നൊന്നു കാണില്ല. ദാമ്പത്യ ജീവിതത്തിൽ പരുക്കൻ മനോഭാവം മുന്നിട്ട് നിൽക്കും. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 8-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം പരീക്ഷണങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും ആയിരിക്കും സമ്മാനിക്കുന്നത്. മുൻപ് ഉണ്ടായിട്ടില്ലാത്ത പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാതെ വിഷമിക്കും. അകാരണമായ ഭയം മനസ്സിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അനായാസം നേടാൻ ആവുന്നവ വലിയ വില കൊടുത്തും വളരെ ക്ലേശം സഹിച്ചും നേടേണ്ടി വരും. ധനസ്ഥിതി മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടും. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാകും. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തെന്നു വരും. സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ നേരിടും. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും. വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ENT രോഗങ്ങൾ, കണ്ഠരോഗങ്ങൾ, വാതരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ചികിത്സ തേടേണ്ടി വരും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലെ സഞ്ചാരം മൂലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മത്സരങ്ങളിലും പരീക്ഷകളിലും നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച ഉപരിപഠന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. ധനവരവിൽ കുറവുണ്ടാകും എങ്കിലും കാര്യങ്ങൾ അത്ര ക്ലേശകരമാകില്ല. എഴുതിത്തള്ളിയിരുന്ന ചില കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ചെറുയാത്രകൾ പ്രയോജനപ്പെടും. വിദേശ ജോലിക്കുള്ള ആഗ്രഹം സഫലമാകും. ചെറുകിട കച്ചവടക്കാർക്കും നേട്ടമുണ്ടാകും. കരാർ പണികൾ തുടർന്നും ലഭിക്കും. ചെറിയ ഉദ്യോഗസ്ഥർ, ദിവസവേതനക്കാർ എന്നിവർക്കും തരക്കേടില്ലാത്ത സമയമാണ്. വീട് മാറി താമസിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും.
ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും നഷ്ടത്തിന് സാധ്യതയുണ്ട്. ചുണ്ടിനും കപ്പിനുമിടയിൽ ഭാഗ്യം കൈവിട്ടുപോകും. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാം. ബന്ധുജനങ്ങളുമായി കലഹിച്ചേക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുവാൻ കഴിയാതെ വിഷമിക്കും. ഗാർഹിക ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകും. പിടിവാശിയും നിർബന്ധ ബുദ്ധിയും കാര്യങ്ങൾ വഷളാക്കും. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം. അലർജി, അതിസാരം, ഭക്ഷ്യവിഷബാധ, പനി, പകർച്ചവ്യാധി എന്നിവ പിടിപെടാതെ ശ്രദ്ധിക്കണം. 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും വിഷമാവസ്ഥ കുറേയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കും. വ്യക്തിമഹത്വം കൊണ്ട് പ്രീതി നേടും. ശത്രുക്കൾക്ക് അജീയനാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഫലസിദ്ധിക്ക് താമസം നേരിടും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുഭാനുഭവങ്ങൾക്ക് ആയിരിക്കും മുൻതൂക്കം. കാര്യതടസ്സങ്ങൾ നീങ്ങി പ്രവർത്തന മേഖലയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ശത്രുക്കളുടെ കുൽസിത കർമ്മങ്ങളെ അനായാസം അതിജീവിക്കും. മനസ്സിന് സന്തോഷം പകരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. സഭകളിലും സമാജങ്ങളിലും ശോഭിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന കരാറുകളിൽ ഒപ്പുവയ്ക്കും. പുതിയ പങ്കാളിയെ കണ്ടെത്തി കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തും. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും കീർത്തിയും നേടാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ധൈര്യപൂർവ്വം പരീക്ഷ അഭിമുഖീകരിക്കാൻ കഴിയുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിക്കുള്ള അനുമതി ലഭിക്കും. ക്രയവിക്രയങ്ങൾ ആദായകരമാകും. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ പണം വന്നു ചേരും. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാകും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. സ്ത്രീകൾക്ക് ഗർഭാശയ രോഗങ്ങൾ, ഉദരരോഗം, ശിരോരോഗം, തളർച്ച, അലർജി, വിളർച്ച മുതലായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറവിയോ അശ്രദ്ധയോ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ 1 വർഷമായി തുടരുന്ന പലതരം വൈഷമ്യങ്ങളിൽ നിന്നും മോചനം കിട്ടും. ശത്രുശല്യം ഇല്ലാതാകും. കളവ് പോയ മുതൽ തിരികെ ലഭിക്കും. ദീർഘകാലമായി വേണ്ടത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതിരുന്ന അസുഖങ്ങൾ ശമിക്കുകയോ കുറയുകയോ ചെയ്യും. വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും. നിക്ഷേപങ്ങൾ വർദ്ധിക്കും. കച്ചവടത്തിലും കൃഷിയിലും നേട്ടമുണ്ടാകും. പുതിയ ഭൂമി അധീനതയിൽ വരും. പുതിയ വീട്ടിൽ താമസിക്കുവാനുള്ള യോഗമുണ്ടാകും. അധ്യാപകർക്കും എഴുത്തുകാർക്കും ആദരവും അംഗീകാരവും ലഭിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർ, വക്കീലന്മാർ, മെഡിക്കൽ മേഖലയിലുള്ളവർ തുടങ്ങിയവർക്ക് അവരവരുടെ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ അഭിമാനാർഹമായ വിജയം നേടും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ്. ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രീതിയും വിശ്വാസവും നേടും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. സകുടുംബം വിനോദയാത്ര നടത്തുവാൻ അവസരം സിദ്ധിക്കും. പിണങ്ങിപ്പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനാകും. ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. ഉദരരോഗം, രക്തദൂഷ്യം, നാഡീവ്യൂഹ തളർച്ച എന്നിവയ്ക്ക് ചികിത്സ തേടേണ്ടി വരും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് കൂടുതൽ ദോഷാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കും. തീരുമാനങ്ങൾ ആകാതെ കിടന്ന പല കാര്യങ്ങളിലും തീർപ്പുണ്ടാകും. വളരെ കാലമായി വിദേശത്ത് കഴിയുന്നവർ തിരിച്ചെത്തും. വീട് മോടി പിടിപ്പിക്കുവാനും ആഡംബരമാക്കുവാനും ധനം ചെലവഴിക്കും. പങ്കാളിത്ത ബിസിനസ്സിനെപ്പറ്റി ആലോചിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരികയും അതിൽ കുണ്ഠിതപ്പെടുകയും ചെയ്യും. വ്യവഹാരങ്ങൾ തീർപ്പാകും. അയൽക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാകും.
ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും. ദാമ്പത്യ ജീവിതത്തിന് മുൻപില്ലാത്ത മധുരമുണ്ടാകും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുകയും ഉദ്യോഗത്തിൽ ശോഭിക്കുവാനും കഠിന പ്രയത്നം വേണ്ടിവരും. ആശ്രിതർക്കും ബന്ധുജനങ്ങൾക്കും കൂടുതൽ സഹായം ചെയ്യും. മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാകും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്രതീക്ഷിത വിവാഹാലോചനകൾ വരും. മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടും. എന്നെന്നും ഓർക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലി എന്തെങ്കിലും ലഭിക്കുവാൻ യോഗമുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമല്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം. വ്യാഴത്തിൻ്റെ 6ാം ഭാവത്തിലെ സഞ്ചാരം ആനുകൂല്യം കുറയാൻ കാരണമാകും. തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും. പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഫയലുകളിൽ ഒപ്പിടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കും. നിക്ഷേപങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആദായകരം ആകില്ല. പണമിടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണം. ആരോപണങ്ങൾക്ക് വിധേയരാകും. ദുഷ്കീർത്തിക്കും സാധ്യതയുണ്ട്. സുലഭമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നേടാൻ പോലും കഠിനാധ്വാനം വേണ്ടിവരും. സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളായേക്കും. ദിവസ വേതനക്കാർ, കരാർ പണിക്കാർ, ചെറിയ ഉദ്യോഗത്തിലിരിക്കുന്നവർ, ചെറുകിട കച്ചവടക്കാർ എന്നിവർക്ക് തരക്കേടില്ലാത്ത കാലമാണ്. യാത്രകൾ പ്രയോജനകരമാകും. തീർത്ഥാടനത്തിന് അവസരം ഒരുങ്ങും. ദൈവിക കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കും. മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ഉദരരോഗം, ഹൃദ്രോഗം, വാതരോഗം, വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. രാശിയുടെ അധിപനായ ശനി 3ാം ഭാവത്തിൽ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ചില നേട്ടങ്ങളും വന്നുചേരുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. കുംഭൻ രാശിക്കാരായ അവിട്ടം നാളുകാർക്ക് ശുഭഫലങ്ങൾ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. ആദായകരമായ സംരംഭങ്ങളിൽ പങ്കുചേരും. കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാകുകയും നവീന യന്ത്രോപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഭവനം മൂടിപിടിപ്പിക്കും. പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായേക്കും. ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കും. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. യാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പണം ചെലവഴിക്കും. പ്രണയബന്ധം ദൃഢമാകും. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും. മകരക്കൂറുകാർക്ക് ശാരീരിക ക്ഷീണവും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടാം. വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിശ്വാസവഞ്ചന ഉണ്ടാകും. വഴക്കുകളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം. കുടുംബവുമായി അകന്നു കഴിയേണ്ട സാഹചര്യവും ഉണ്ടായേക്കാവുന്നതാണ്. വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് അത് തീരുമാനമാകാതെ നീണ്ടുപോകും. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പക്വതക്കുറവ് അനുഭവപ്പെടും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിദൂര വിദ്യാഭ്യാസത്തിനും സാധ്യതയുണ്ട്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറെ ആശ്വാസകരമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. കുറച്ചു കാലമായി ഗ്രഹത്തിലും തൊഴിൽ മേഖലയിലും അനുഭവപ്പെട്ടിരുന്ന അശാന്തിക്ക് അവസാനമാകും. യുവജനങ്ങൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകും. സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവും ലഭിക്കും. പുതിയ വീടോ വസ്തുവകകളോ സ്വന്തമാക്കും. ശത്രുക്കളുടെ കുത്സിത ശ്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. യാത്രകൾ പ്രയോജനപ്രദമാകും. കലാകാരന്മാർക്ക് പേരും പെരുമയും വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും. നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും. വരുമാനത്തിൽ വർധനവുണ്ടാവുകയും ചെലവ് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നതിനാൽ കുടുംബച്ചെലവ് കുറയുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും. ക്ഷേത്രങ്ങൾ, മതസ്ഥാപനങ്ങൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കും. തീർത്ഥാടനത്തിനും ഉത്സവകാര്യങ്ങൾക്കുമായി കൂടുതൽ സമയം ചെലവഴിക്കും. താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും.
നേട്ടങ്ങൾ വന്നുചേരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സന്ധിവേദന, ശരീരക്ഷീണം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കണം. ആഡംബരങ്ങളിലെ അമിതഭ്രമം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ മുന്നേറ്റവും പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യവും മടങ്ങിവരും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐശ്വര്യവും സ്നേഹവും വർദ്ധിക്കും. സാഹസികമോ തന്ത്രപരമായ ആയ നീക്കങ്ങളിലൂടെ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളും നേടിയെടുക്കും. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് കാത്തിരുന്ന ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഭരണാധികാരികൾക്കും ഭേദപ്പെട്ട സമയമാണ്. പ്രൊഫഷണലുകൾക്ക് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കൈവരിക്കാനാകും. പൊതുപ്രവർത്തകർ സൽപ്പേര് നിലനിർത്തുവാൻ സാധിക്കും. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്ന വർഷമാണ്. ഉന്നത വ്യക്തികളുമായുള്ള സഹവാസം ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കും. വീട് പണിയുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ സന്താനങ്ങളുടെ ഉന്നത പഠനത്തിനോ ബാങ്ക് വായ്പകൾ അനുവദിച്ചു കിട്ടും. പ്രണയസാഫല്യം, വിവാഹസ്ഥിതി, ദാമ്പത്യ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി ചില ചെറിയ പ്രശ്നങ്ങളും അലട്ടിയേക്കാം. ത്രിദോഷങ്ങൾ കോപിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ കരുതിയിരിക്കണം. പുറംവേദന, സന്ധിവേദന, വീഴ്ച, പ്രമേഹം തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുക. മുടങ്ങിക്കിടന്ന വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും സഹായങ്ങൾ ലഭിക്കും. നല്ല സൗഹൃദങ്ങൾ വന്നുചേരും. കൃഷിയിൽ നിന്നും ആദായം ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടായേക്കാം. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ തരപ്പെടുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകും. ഗാർഹിക ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വരില്ല. പ്രതിസന്ധികളെ ധീരമായി നേരിടുവാൻ കഴിയുന്നതാണ്. മാതൃസൗഖ്യം ഉണ്ടാകും. വാഹനം ഇല്ലാത്തവർ പഴയ വാഹനം എങ്കിലും സ്വന്തമാക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ മൂടി പിടിപ്പിക്കുകയോ ചെയ്യും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിലാകുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടവിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. അന്യനാട്ടിൽ പഠനത്തിന് അവസരമുണ്ടാകും. ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ തൃപ്തിക്കുറവ് അനുഭവപ്പെടും. ജോലിസ്ഥലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് കാലതാമസം നേരിടും. ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും പ്രയാസങ്ങൾക്കിടയുണ്ട്. അവിചാരിതമായി സൗഹൃദങ്ങൾ പ്രണയത്തിൽ കലാശിക്കും. ആരോഗ്യസ്ഥിതി മോശമായേക്കാം. അലർജി സംബന്ധമായ രോഗങ്ങൾ, BP, കൊളസ്ട്രോൾ എന്നിവ കരുതിയിരിക്കണം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലെ സഞ്ചാരം ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കുറേയൊക്കെ പരിഹാരം ആകും. ഗാർഹികമായ അശാന്തി അവസാനിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. പിണങ്ങി നിന്ന ബന്ധുക്കളുമായി ഇണക്കത്തിലാകും. പുതിയ വീടോ വാഹനമോ കൈവശം വന്നുചേരും. വസ്തു സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. അന്യാധീനപ്പെട്ടു പോയി എന്നു കരുതിയ ഭൂമി സ്വന്തമാകും. ആത്മീയമായ ഉണർവ് ഉണ്ടാകും. മാനസിക ക്ലേശങ്ങൾക്ക് കുറേയൊക്കെ അയവുണ്ടാകും. ദൈവികമായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കും. സൗഹൃദ വലയവും പൊതുപ്രവർത്തനവും പരിമിതപ്പെടുത്തും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം പങ്കുവയ്ക്കും. കലാകാരന്മാർക്കും ഭൗതിക ജീവിതം നയിക്കുന്നവർക്കും സമയം ഏറെ അനുകൂലമാണ്. ജന്മരാശിയിലെ ശനി ചില തിക്താനുഭവങ്ങൾ സമ്മാനിച്ചേക്കും. മുൻപ് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടും. കർമ്മരംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. ശത്രുക്കളുടെ പ്രവർത്തനം കരുതിയിരിക്കണം. വാഗ്ദോഷവും നാവുദോഷവും മൂലം എതിരാളികൾ ഉണ്ടാകും. ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ തൃപ്തിക്കുറവ് അനുഭവപ്പെടും.
ജോലിസ്ഥലത്ത് ചെറിയൊരു പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് കാലതാമസം നേരിടും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.